അടുത്തത് എ സി ത്രൂ ഇൻഡക്ടർ ഓൺലി. എന്താണ് ഈ ഇൻഡക്ടർ? നമ്മുടെ കയ്യിലൊരു കോപ്പർ വയർ ഉണ്ടെന്ന് വിചാരിക്കുക. ആ കോപ്പർ വയർ ഇൻസുലേറ്റഡ് ആണ്. പുറമെ ഇൻസുലേഷനുള്ള ഒരു കോപ്പർ വയർ നമ്മളതിനെ ഒരു സോളിനോയിഡിൻ്റെ പോലെ ചുറ്റിയെടുത്ത് കഴിഞ്ഞാൽ അതൊരു ഇൻഡക്ടറായിട്ട് മാറും. നമ്മുടെ കയ്യിലുള്ള ഇൻഡക്ടർ, അതിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ് ആണ് ക്യാപിറ്റൽ എൽ. സെൽഫ് ഇൻഡക്റ്റൻസ് ആണ് ക്യാപിറ്റൽ എൽ. എൽ സെൽഫ് ഇൻഡക്റ്റൻസ് ഉള്ള ഒരു ഇൻഡക്ടറിൽ കൂടി നമ്മൾ കടത്തിവിടുന്നത് E=E0 sin ωt എന്ന് പറയുന്ന ആ ഓൾട്ടർനേറ്റിംഗ് ഇ എം എഫ്, അതല്ലെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് ഇ എം എഫിൻ്റെ സോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ്. ഒരിക്കൽ കൂടി പറയാം, നമ്മുടെ കയ്യിലൊരു ഇൻഡക്ടർ ഉണ്ട്. ഇൻഡക്ടറിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ് ആണ് ക്യാപിറ്റൽ എൽ. ആ ഇൻഡക്ടറിനെ ഞാനൊരു ഓൾട്ടർനേറ്റിംഗ് ഇ എം എഫ് ഉള്ള ഒരു സോഴ്സിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. അതായത് ഓൾട്ടർനേറ്റിംഗ് ഇ എം എഫ് E=E0 sin ωt ആണ്. അതിന് ഇക്വേഷൻ 1 എന്ന് ലേബൽ ചെയ്തിട്ടുണ്ട്. ആ സോഴ്സ് ഓഫ് ഇ എം എഫ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ്. ആ കറണ്ടാണ് ക്യാപിറ്റൽ ഐ. അതിൻ്റെ ഇക്വേഷൻ നമുക്കറിയില്ല. ഐ എന്ന് പറയുന്ന ഒരു കറണ്ടാണ്, അത് ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണെന്ന് മാത്രമേ അറിയൂ. അത്തരത്തിലുള്ള ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഏതിൽ കൂടി കടന്നു പോകുന്നുണ്ട്? അവിടെയുള്ള ഇൻഡക്ടറിൽ കൂടി കടന്നു പോകുന്നുണ്ട്. ഓക്കെ, ഇനി ഈ ഐ എന്ന് പറയുന്ന കറണ്ടിനുള്ള ഇക്വേഷൻ നമ്മൾ കണ്ടെത്തണം. ആ ഇക്വേഷൻ ഉപയോഗിച്ച്, അല്ലെങ്കിൽ ആ ഇക്വേഷനെ ഇ എം എഫിൻ്റെ ഇക്വേഷനുമായി കമ്പയർ ചെയ്ത് അവിടെ ഒരു ഫേസ് ആംഗിൾ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്തണം. അതനുസരിച്ച് ഫേസർ ഡയഗ്രവും ഗ്രാഫും വരയ്ക്കണം. ഇതാണ് നമ്മുടെ ഉദ്ദേശം. നമ്മുടെ ടോപ്പിക് ഇതാണ്, എ സി ത്രൂ ഇൻഡക്ടർ ഓൺലി. ഇനി നമ്മുടെ ലെൻസസ് ലോ അനുസരിച്ച് ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ് ആ ഇൻഡക്ടറിൽ കൂടി പോകുന്നത്. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കണ്ടിന്യൂസ് ആയിട്ട് മാറുന്ന കറണ്ട്. ഒരു ഇൻഡക്ടറിൽ കൂടി ഒരു കോൺസ്റ്റൻറ്റ് കറണ്ടാണ് പോകുന്നതെങ്കിൽ കൃത്യമായി ആ ഇൻഡക്ടറിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. അത് ചേഞ്ച് ചെയ്യില്ല. ഒരു കോൺസ്റ്റൻറ്റ് കറണ്ട് ഐ എന്ന് പറയുന്നത് മാറുന്നില്ലെങ്കിൽ ആ കറണ്ട് ഇൻഡക്ടറിൽ കൂടി കടന്നു പോകുമ്പോൾ അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡ് മാറില്ല, സ്റ്റഡി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇൻഡക്ടർ ഇരിക്കുന്നത് എവിടെയാണ്? ഒരു സ്റ്റഡി മാഗ്നറ്റിക് ഫീൽഡാണ്. മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ഇല്ല, മാഗ്നറ്റിക് ഫ്ലക്സിലും ചേഞ്ച് ഇല്ല. യാതൊരു വിധത്തിലുള്ള ഇൻഡ്യൂസ്ഡ് ഇ എം എഫും ആ ഇൻഡക്ടറിൽ ഡെവലപ്പ് ചെയ്യുകയില്ല. നമ്മളൊരു സ്റ്റഡി കറണ്ടാണ് ഫ്ലോ ചെയ്യിപ്പിക്കുന്നതെങ്കിൽ. പക്ഷേ ഇവിടെ കാര്യങ്ങൾ വ്യത്യസ്തമാണ്. നമ്മൾ കടത്തിവിടുന്നത് ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ്. മാഗ്നിറ്റ്യൂഡ് കണ്ടിന്യൂസ് ആയിട്ട് മാറുന്ന കറണ്ട്. കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാറുന്നതനുസരിച്ച് ഈ ഇൻഡക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് മാറും. മാഗ്നറ്റിക് ഫീൽഡ് മാറുന്നതിനനുസരിച്ച് അവിടെയുള്ള മാഗ്നറ്റിക് ഫ്ലക്സും മാറും. മാഗ്നറ്റിക് ഫ്ലക്സ് മാറിക്കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതുപോലെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴി ആ ഇൻഡക്ടറിൽ ഒരു ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഡെവലപ്പ് ചെയ്യും. ആ ഇൻഡ്യൂസ്ഡ് ഇ എം എഫിനെ നമുക്ക് വേണമെങ്കിൽ ബാക്ക് ഇ എം എഫ് എന്ന് വിളിക്കാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ലെൻസസ് ലോ ഇവിടെ അപ്ലൈ ചെയ്യാം. ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് കാരണമുണ്ടാവുന്ന, അതല്ലെങ്കിൽ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് കാരണമുണ്ടാവുന്ന ഇ എം എഫ്, ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. അതൊരു ഇൻഡക്ടറിൻ്റെ കേസിലാണെങ്കിൽ വേണമെങ്കിൽ ഇൻഡ്യൂസ്ഡ് ഇ എം എഫിനെ ബാക്ക് ഇ എം എഫ് എന്നും വിളിക്കാം. അപ്പോൾ ലെൻസസ് ലോ ഉപയോഗിച്ച് നമുക്ക് എന്ത് എഴുതാം? ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് അല്ലെങ്കിൽ ബാക്ക് ഇ എം എഫ് ഇസ് ഈക്വൽ ടു -L/di/dt എന്ന് വിളിക്കും. അതായത് ഇ ഐ എന്ന് പറയുന്നത് എന്താണ്? ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആണ്. അതല്ലെങ്കിൽ ബാക്ക് ഇ എം എഫ് വിച്ച് ഇസ് ഈക്വൽ ടു -L. എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവിടെയുള്ള സെൽഫ് ഇൻഡക്റ്റൻസാണ്. di/dt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ കറന്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ഈ ഒരു ഇക്വേഷൻ നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. അതായത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആൻഡ് സെൽഫ് ഇൻഡക്റ്റൻസ് EI = -L/di/dt. അതിന് നമ്മൾ ഇക്വേഷൻ 2 ആയിട്ട് ലേബൽ ചെയ്തിട്ടുണ്ട്. ഇക്വേഷൻ 1 E=E0 sin ωt ആണ്. ഇക്വേഷൻ 2 EI = -L/di/dt ആണ്. ഇനി to maintain the flow of current in the circuit, applied voltage E is equal to -EI. എന്താണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഓൾറെഡി ഒരു ഇ എം എഫ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതാണ് E = E0 sin ωt. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇ എം എഫിനനുസരിച്ച് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇ എം എഫ് ഓൾട്ടർനേറ്റിംഗ് ആയതുകൊണ്ട് കറൻറ്റും ഓൾട്ടർനേറ്റിംഗ് ആണ്. കറണ്ട് ഓൾട്ടർനേറ്റ് ചെയ്യുന്നതുകൊണ്ട് അവിടെ ഒരു ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാകുന്നു. ആ ഇ എം എഫ് ആണ് ഇ ഐ. അപ്ലൈ ചെയ്യുന്ന ഇ എം എഫ് ഇ ആണ്.
അവിടെ ഡെവലപ്പ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് മാഗ്നറ്റിക് ഫ്ലക്സ് മാറുന്നതുകൊണ്ട് ഡെവലപ്പ് ചെയ്യുന്ന മറ്റൊരു ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആണ് ഇ ഐ അല്ലെങ്കിൽ ബാക്ക് ഇ എം എഫ്. ഇവർ രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ബാക്ക് ഇ എം എഫ് എന്ന് പേര് വരാൻ തന്നെ കാരണം അങ്ങോട്ടുള്ള ഫ്ലോയെ തടയുന്ന വിധത്തിൽ നമ്മൾ കറണ്ട് കൊടുക്കുമ്പോൾ അങ്ങോട്ട് കൊടുക്കുന്ന കറണ്ടിനെ തടയുന്ന വിധത്തിലാണ് അവിടെ ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് അപ്ലൈഡ് ഇ എം എഫും ഇൻഡ്യൂസ്ഡ് ഇ എം എഫും അവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഒരു കറൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഇതിൽ ആര് കൂടുതലായിരിക്കണം? അപ്ലൈഡ് ഇ എം എഫ് കൂടുതലായിരിക്കണം, അല്ലെങ്കിൽ മിനിമം ഈക്വലെങ്കിലും ആയിരിക്കണം. അപ്പോൾ ഞാൻ ചുമ്മാ എഴുതുകയാണ്, അപ്ലൈഡ് ഇ എം എഫ് ഇ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ അറ്റ്ലീസ്റ്റ് ഈക്വൽ ടു ഇ ഐ എന്ന് എഴുതാം. എനിക്കൊരു ഇക്വേഷനാണ് വേണ്ടത്, അതുകൊണ്ട് ഞാൻ ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്ന സൈൻ തൽക്കാലത്തേക്ക് ഞാൻ മാറ്റി നിർത്തുകയാണ്. അറ്റ്ലീസ്റ്റ് ഇ ഈസ് ഈക്വൽ ടു ഇ ഐ. ഇനി രണ്ടുപേരും ഓപ്പോസിറ്റ് ആണെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുകയാണ്? ഒരു മൈനസ് സൈൻ അവിടെ ഇട്ടുകൊടുക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇക്വേഷൻ എങ്ങനെ മാറും? അപ്ലൈഡ് ഇ എം എഫ് ഈക്വൽ ടു മൈനസ് ഇ ഐ. ഇതാണ് ഇക്വേഷൻ 3. അപ്ലൈഡ് ഇ എം എഫ് എന്താണെന്ന് നമുക്കറിയാം. E0 സൈൻ ഒമേഗ ടി ആണ്. ഇ ഐ മൈനസിന് മാറ്റി നിർത്തുക. ഇ ഐ എന്താണെന്ന് അറിയാം, മൈനസ് എൽ ഇൻറ്റു ഡി ഐ ഡിവൈഡ് ബൈ ഡി ടി ആണ്. നമ്മൾ ഇ ഈസ് ഈക്വൽ ടു ഇങ്ങനെ തന്നെ നമ്മൾ ലെഫ്റ്റിലേക്ക് എടുത്ത് എഴുതിയിരിക്കുന്നു, ഈക്വൽ ടു മൈനസ് ഓഫ് ഇ ഐക്ക് വരെ എന്ത് എഴുതാം? മൈനസ് എൽ ഇൻറ്റു ഡി ഐ ഡിവൈഡ് ബൈ ഡി ടി എന്ന് എഴുതാം. മൈനസും മൈനസും ക്യാൻസൽ ചെയ്ത് പോയി, വിച്ച് ഇസ് ഈക്വൽ ടു എൽ ഇൻറ്റു ഡി ഐ ഡിവൈഡ് ബൈ ഡി ടി. അതായത് ഇ ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു ഡി ഐ ഡിവൈഡ് ബൈ ഡി ടി. അതിൽ നിന്ന് ഐ കണ്ടെത്തുക, ഡി ഐ. ഡി ഐനെ കിട്ടണമെങ്കിൽ ഡി ടിയെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരണം, എല്ലിനെയും ലെഫ്റ്റിലേക്ക് കൊണ്ടുവരണം. ദെൻ ഡി ഐ ഈക്വൽ ടു ഇ ബൈ എൽ, എന്നിനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നു, ഇ ബൈ എൽ ഇൻറ്റു ഡി ടി. ഡി ഐ ഈസ് ഈക്വൽ ടു ഇ ബൈ എൽ ഇൻറ്റു ഡി ടി. നമുക്ക് വേണ്ടത് എന്താ? ഇ എം എഫിനുള്ള ഇക്വേഷൻ ഓൾറെഡി ഉണ്ട്. നമുക്ക് വേണ്ടത് കറൻറ്റിനുള്ള ഇക്വേഷനാണ്. ചെറിയ ഒരു കറൻറ്റിനുള്ള ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്, ഡി ഐ, ചെറിയ കറൻറ്റ്. ഡി ടി സമയത്ത് ഉള്ള ചെറിയ കറൻറ്റ് ഡി ഐ. ഡി ഐ ഈക്വൽ ടു ഇ ബൈ എൽ ഇൻറ്റു ഡി ടി. അങ്ങനെയെങ്കിൽ മൊത്തം അതല്ലെങ്കിൽ ടോട്ടൽ കറൻറ്റ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇവിടെയുള്ള ഡി ഐയെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. സോ ഐ ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഡി ഐ അല്ലെങ്കിൽ ഇൻറ്റഗ്രൽ ഇ ബൈ എൽ ഇൻറ്റു ഡി ടി. ഇതാണ് നമ്മുടെ ഇക്വേഷൻ 4. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്? E0 സൈൻ ഒമേഗ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അതിനുശേഷം കറൻറ്റിനുള്ള ഒരു ഇക്വേഷൻ കിട്ടും. ആ കറൻറ്റിന് കിട്ടിയ ഇക്വേഷനും അപ്ലൈ ചെയ്ത ഇ എം എഫിനുള്ള ഇക്വേഷനും കമ്പയർ ചെയ്ത് നമ്മൾ ഫേസ് ഡിഫറൻസ് കണ്ടുപിടിക്കുന്നു. അതിനനുസരിച്ച് ഗ്രാഫും ഫേസർ ഡയഗ്രവും വരയ്ക്കുന്നു. കറൻറ്റിനുള്ള ഇക്വേഷൻ നമ്മളൊരു ഇൻറ്റഗ്രൽ ഫോമിൽ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. ഇതായിരുന്നു ആ ഇക്വേഷൻ, ഐ ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഇ ഡിവൈഡഡ് ബൈ എൽ ഇൻറ്റു ഡി ടി. ഇക്വേഷൻ 4 ആയിരുന്നു. ഇനി ഇ ഈക്വൽ ടു എന്താണെന്ന് നമുക്കറിയാം, E0 സൈൻ ഒമേഗ ടി ആണെന്നറിയാം. അത് നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുക. അപ്പോൾ ഐ ഈക്വൽ ടു ഇക്ക് പകരം E0 സൈൻ ഒമേഗ ടി ഡിവൈഡഡ് ബൈ എൽ അവിടെയുണ്ട്, ഡി ടിയും അവിടെയുണ്ട്. ഇക്ക് പകരം മാത്രം E0 സൈൻ ഒമേഗ ടി കൊടുക്കുക. ഡി ടി എടുത്ത് എഴുതിയിട്ടുണ്ട്, എല്ലും എടുത്ത് എഴുതിയിട്ടുണ്ട്. ഇനി E0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മാക്സിമം വാല്യൂ ഓഫ് ഇ എം എഫ് ആണ്. അതൊരു വേരിയബിൾ അല്ല, ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്. എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന ഇൻഡക്ടറിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ് ആണ്. അവിടെ കറൻറ്റ് ഒഴുകുന്നു എന്ന് കരുതി അവിടെയുള്ള സെൽഫ് ഇൻഡക്റ്റൻസ് മാറാനായിട്ട് പോകുന്നില്ല. അവിടെ ഏരിയ, ലെങ്ത്, നമ്പർ ഓഫ് ടേൺസ്, ഇതൊക്കെയാണ് നമ്മുടെ സെൽഫ് ഇൻഡക്റ്റൻസിനെ ബാധിക്കുന്ന കാര്യങ്ങൾ. അതൊന്നും മാറാത്തിടത്തോളം കാലം സെൽഫ് ഇൻഡക്റ്റൻസിനെയും നമുക്ക് എന്തായിട്ട് തന്നെ കൺസിഡർ ചെയ്യാം? ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. അങ്ങനെയെങ്കിൽ E0 ബൈ എല്ലിനെ ഇൻ്റഗ്രേഷൻ്റെ പുറത്തേക്ക് എടുക്കാനായിട്ട് സാധിക്കും. രണ്ടുപേരെയും നമ്മൾ കോൺസ്റ്റൻറ്റുകളായി പരിഗണിച്ചിരിക്കുന്നു. ആരെ മാത്രം ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി? സൈൻ ഒമേഗ ടി ഡി ടിയെ മാത്രം ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അങ്ങനെയെങ്കിൽ ഇക്വേഷൻ എങ്ങനെ വരും? ഐ ഈസ് ഈക്വൽ ടു E0 ബൈ എൽ സൈൻ ഒമേഗ ടി ഡി ടിയുടെ ഇൻ്റഗ്രൽ മൈനസ് കോസ് ഒമേഗ ടി ഡിവൈഡഡ് ബൈ ഒമേഗയാണ്. കാരണം ഇവിടെ രണ്ട് വേരിയബിൾ ഉണ്ട്, ഒമേഗയും ടിയും. അതുകൊണ്ട് നമ്മുടെ റൂളുകളൊക്കെ അനുസരിച്ച് അവിടെ നമ്മൾ ആ ഒമേഗയെ ഡിവൈഡ് ചെയ്തിരിക്കണം. മൈനസ് കോസ് ഒമേഗ ടി ഡിവൈഡഡ് ബൈ ഒമേഗ. ഇതിൽ ഞാൻ ഈ ഒമേഗയും മൈനസിനെയും പുറത്തേക്ക് എടുക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഐ ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും? E0 മൈനസ് E0 ബൈ എൽ ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടി. പക്ഷേ ഇത് കറൻറ്റുള്ള ഇക്വേഷനൊക്കെ തന്നെ സമ്മതിച്ചു. പക്ഷേ ഇത് ആരുടെ ടേമിലാണ് കിടക്കുന്നത്? കോസിൻ്റെ ടേമിലാണ് കിടക്കുന്നത്.
നമ്മുടെ ഇ എം എഫ് കിടക്കുന്നത് ആരുടെ ടേംസിലാണ്? സൈനിൻ്റെ ടേമിലാണ് കിടക്കുന്നത്. ഈ രണ്ടുപേരെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒറ്റയടിക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല. ഇ എം എഫ് സൈനിൻ്റെ ഫംഗ്ഷനായിട്ടും കറണ്ട് കോസിൻ്റെ ഫംഗ്ഷനായിട്ടുമാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഈ കോസ് ഫംഗ്ഷൻ നമ്മൾ എന്തിൻ്റെ ഫംഗ്ഷനിലേക്ക് മാറ്റണം? സൈനിൻ്റെ ഫംഗ്ഷനിലേക്ക് മാറ്റണം. അതിനുവേണ്ടി നമ്മളൊരു ചെറിയൊരു ട്രിഗണോമെട്രിക് റിലേഷൻ എടുക്കുകയാണ്. വി നോ കോസ് ഒമേഗ ടി ഈസ് ഈക്വൽ ടു സൈൻ പൈ ബൈ 2 മൈനസ് ഒമേഗ ടി. നമ്മളതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. മൈനസ് E0 ബൈ എൽ ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടി. കോസ് ഒമേഗ ടിക്ക് പകരം നമ്മൾ സൈൻ പൈ ബൈ 2 മൈനസ് ഒമേഗ ടിയും കൊടുക്കുകയാണ്. നോക്കാം നമുക്ക്. ഐ ഈസ് ഈക്വൽ ടു മൈനസ് E0 ബൈ എൽ ഒമേഗ ഇൻറ്റു സൈൻ പൈ ബൈ 2 മൈനസ് ഒമേഗ ടി. ഇവിടെയും ചെറിയൊരു പ്രശ്നമുണ്ട്. നോക്കുക, പൈ ബൈ 2 ആദ്യവും ഒമേഗ ടി രണ്ടാമത് കിടക്കുന്നത്. ഇവിടെ എങ്ങനെയാണ്? ഒമേഗ ടി ആണ് ആദ്യം വരുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഇൻ്റർചേഞ്ച് ചെയ്യണം. അവിടെ മൈനസ് കൊണ്ടുള്ള ചെറിയൊരു കാര്യം ചെയ്യണം. നോക്കുക, നമുക്ക് ഐ ഈസ് ഈക്വൽ ടു E0 ബൈ എൽ ഒമേഗ. ശ്രദ്ധിക്കുക, ഇവിടുത്തെ മൈനസ് വാനിഷ് ആയി പോയിട്ടുണ്ട്. എന്തുകൊണ്ട്? സൈൻ ഇവിടെ മാറി. പൈ ബൈ 2 മൈനസ് ഒമേഗ ടിക്ക് പകരം ഒമേഗ ടി മൈനസ് പൈ ബൈ 2 ആയിട്ട് മാറി. അതായത് അവിടെ ഉപയോഗിച്ചിരുന്നത് മൈനസ് സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ ഓഫ് മൈനസ് തീറ്റയാണ്. അതായത് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആരെ പുറത്തേക്ക് എടുത്തു? ഒരു മൈനസിനെ പുറത്തേക്ക് എടുത്തു. ആ മൈനസ് ഇവിടെയുള്ള മൈനസിനെ ക്യാൻസൽ ചെയ്ത് കളയുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ ഇക്വേഷൻ എങ്ങനെ കിട്ടി? ഐ ഈക്വൽ ടു E0 ബൈ എൽ ഒമേഗ സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ 2. ഇനി നമുക്ക് കമ്പയർ ചെയ്യാൻ എളുപ്പമാണ്. കാരണം സൈൻ അവിടെയുണ്ട്, E0 ഇവിടെ E0 ബൈ എൽ ഒമേഗയാണ്, ഇവിടെ ഇ എം എഫ്, ഇവിടെ കറണ്ട് ഒമേഗ ടി മൈനസ് പൈ ബൈ 2. ഇപ്പോൾ ഏകദേശം ഒരേപോലെ വന്നിട്ടുണ്ട്. ഇനി ചെറിയൊരു മാറ്റം കൂടി നമുക്ക് വരുത്തണം. ഐ ഈക്വൽ ടു E0 ബൈ എൽ ഒമേഗയ്ക്ക് പകരം ഞാൻ കൊടുക്കുന്നു I0 വിച്ച് ഇസ് ദ മാക്സിമം വാല്യൂ ഓഫ് കറണ്ട്. ഐ ഈക്വൽ ടു I0 സൈൻ, ബാക്കിയുള്ള ടേമിൽ എടുത്ത് എഴുതുക, ഒമേഗ ടി മൈനസ് പൈ ബൈ 2. ഞാനിതിന് ഇക്വേഷൻ 5 എന്നാണ് എടുക്കുന്നത്. വേർ I0 ഈസ് ഈക്വൽ ടു E0 ഡിവൈഡഡ് ബൈ എൽ ഒമേഗ. ഇപ്പോൾ തന്നെ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. മാക്സിമം വാല്യൂ ഓഫ് കറണ്ട് ഈസ് ഈക്വൽ ടു മാക്സിമം വാല്യൂ ഓഫ് ഇ എം എഫ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. എ സി ത്രൂ റെസിസ്റ്റർ ഓൺലി ആണെങ്കിൽ E0യുടെ കീഴിൽ ഡിനോമിനേറ്റർ ആയിട്ട് എന്ത് വരും? റെസിസ്റ്റൻസ് വരും. ഇവിടെ I0 ഈസ് ഈക്വൽ ടു E0 ബൈ എൽ ഒമേഗ. ഈ ഒമേഗ എൽ ഒമേഗ എന്ന് പറയുന്നത് ശരിക്കും എന്തായിരിക്കണം? കറണ്ട് ഈസ് ഈക്വൽ ടു ഇ എം എഫ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ആണ്. അത് ആരൊക്കെ എന്തൊക്കെ എപ്പോഴൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കറണ്ട് ഈസ് ഈക്വൽ ടു ഇ എം എഫ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് തന്നെയാണ്. ഇവിടെ റെസിസ്റ്റൻസിന് പകരം വന്നിരിക്കുന്ന ടേം എൽ ഒമേഗയാണ്. അതായത് നിങ്ങൾ ചുരുക്കി പറയുകയാണെങ്കിൽ എൽ ഒമേഗ എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡക്ടർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് ആയിരിക്കും. ആ റെസിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. നമ്മുടെ കയ്യിൽ ഒരു റെസിസ്റ്റർ ആണ് ഉള്ളതെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. E0 ബൈ എൽ ഒമേഗ എന്നൊന്നും എഴുതാൻ നിൽക്കേണ്ട, R എന്ന് എഴുതിയാൽ മതി. ആ റെസിസ്റ്റർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ്. നമ്മുടെ കയ്യിൽ ഒരു ഇൻഡക്ടർ ആണ് ഉള്ളതെങ്കിൽ I0 ഈസ് ഈക്വൽ ടു E0 ബൈ R എന്ന് എഴുതാനായിട്ട് സാധിക്കില്ല. R എന്ന് പറയുന്നത് റെസിസ്റ്റർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് ആയിരുന്നു. ഇവിടെ നമ്മുടെ കയ്യിലുള്ളത് ഇൻഡക്ടറാണ്. ഇൻഡക്ടർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ് എൽ ഒമേഗ. അതായത് എൽ ഒമേഗ എന്ന് പറയുന്നത് അവിടെയുള്ള ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആണ്. നമ്മളതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുന്നുണ്ട്. ഈ ഒരു ഇക്വേഷൻ കണ്ടപ്പോൾ നമ്മളതൊന്ന് മെൻഷൻ ചെയ്തു എന്നേ ഉള്ളൂ. ഇനി I ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ 2 എന്ന് പറഞ്ഞ ഇക്വേഷൻ കിട്ടി. ഇനി വളരെ സുഖമായിട്ട് നിങ്ങൾക്ക് ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 5ഉം കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. E ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി, I ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ 2. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും കറൻറ്റും ഇ എം എഫും. ഇത് ഇ എം എഫിനുള്ള ഇക്വേഷനാണ്, കറൻറ്റിനുള്ള ഇക്വേഷനാണ്. രണ്ടും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും രണ്ടും തമ്മിൽ ഒരു ഫേസ് ആംഗിൾ ഉണ്ട്. ആ ഫേസ് ആംഗിളാണ് നമ്മുടെ പൈ ബൈ 2. പൈ ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ഡിഗ്രി ആണെന്ന് അർത്ഥം. അതായത് കമ്പയർ 1 and 5, 5 ഈസ് ഈക്വൽ ടു പൈ ഡിവൈഡഡ് ബൈ 2, അതായത് 90 ഡിഗ്രി. ഇനി ആര് ലീഡ് ചെയ്യുന്നു, ആര് ലാഗ് ചെയ്യുന്നു? സുഖമാണ്. ഇ എം എഫ് E0 സൈൻ ഒമേഗ ടി ആണ്, കറണ്ട് I0 സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ 2 ആണ്. അവിടെ മൈനസ് സൈനാണ്. അതായത് ഒരു ഇൻഡക്ടറിൽ കൂടി നമ്മളൊരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ കറണ്ട് അവിടെ 90 ഡിഗ്രിക്ക് ലാഗ് ചെയ്യുകയും ഇ എം എഫ് അവിടെ ലീഡ് ചെയ്യുകയും ചെയ്യും. രണ്ട് ഇക്വേഷൻസും കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ സുഖമായിട്ട് മനസ്സിലാകും. അവിടെ E ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി ആണ്, ഇവിടെ I ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ 2 ആണ്.
രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഇവർ തമ്മിൽ ഒരു ഫേസ് ആംഗിൾ ഉണ്ട്, ആ ഫേസ് ആംഗിൾ π/2 ആണ്. രണ്ടാമത്തെ കാര്യം ആര് ലീഡ് ചെയ്യുന്നു, ആര് ലാഗ് ചെയ്യുന്നു. ഇവിടെ -π/2 ആയതുകൊണ്ട് കറണ്ട് ലാഗ് ചെയ്യുന്നു, EMF ലീഡ് ചെയ്യുന്നു. ഇവർ തമ്മിലുള്ള ആ ഒരു ഫേസ് ആംഗിൾ 90 ഡിഗ്രിയുമാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവർ തമ്മിലുള്ള ഗ്രാഫ് വരയ്ക്കണം, ഇവർ തമ്മിലുള്ള ഫേസർ ഡയഗ്രവും വരയ്ക്കണം.